ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അന്നേരം ഇന്നത്തെ നമ്മളൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്നേരം എന്നത്തെയും പോലെ നമുക്ക് പച്ചരി ഇല്ല കേട്ടോ. പച്ചരി അല്ല, കഴിഞ്ഞ മാസം റേഷൻ കടയിൽ നിന്ന് പച്ചരി വാങ്ങിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുക, ആഴ്ച നമുക്ക് പച്ചരി കുറവാണ്. മിക്ക ദിവസങ്ങളും ചപ്പാത്തി കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ പോണേ. അത് ഇന്നും ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് താളിപ്പുമാണ്. പിന്നെ നമ്മളെ കുഞ്ഞാപ്പു ഇതാ അവിടെ ഇരുന്നിട്ട് അംഗൻവാടി പോക്കിന് ശേഷം നമ്മളെ കുഞ്ഞാപ്പു ഡെയിലി എന്തെങ്കിലുമൊക്കെ കുത്തി വരഞ്ഞുകൊണ്ടിരിക്കും. ഒരു മായ്ക്ക് റബ്ബർ, ഒരു പെൻസിലും നമ്മൾ കുട്ടികൾക്ക് പുസ്തകമൊക്കെ മേടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു കേട്ടോ. അതാ കുഞ്ഞാപ്പൂൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം ഡെയിലി എന്തെങ്കിലുമൊക്കെ വരയ്ക്കും. വെറുതെ പെൻസിലുകൊണ്ട് ഇങ്ങനെ കുത്തി വരയ്ക്കാം കേട്ടോ. അത് കുത്തി വരയ്ക്കും, മായ്ക്കും, കുത്തി വരയ്ക്കും, മായ്ക്കും, കീറിപ്പറിക്കും. ഇതൊക്കെ തന്നെ നമ്മളെ കുഞ്ഞാപ്പൂൻ്റെ പണി കേട്ടോ. അവൾക്ക് സ്കൂളിൽ നന്നായിട്ട് എഴുതാൻ പറ്റുന്നതാണ് കേട്ടോ അവൾ പറയുന്നത്. ഒരു സ്കൂൾ തുറക്കുമ്പോഴത്തേക്കുള്ള ജഗപ്പൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ബഡാ ബസാറിൽ പോയ വീഡിയോസ് ഇട്ടിട്ടുണ്ടായില്ലേ, കുറച്ച് സാധനങ്ങൾ മേടിച്ചു കേട്ടോ. ടോട്ടൽ ഒരു 10,000-3000 മുകളിലായും തോന്നുന്നുണ്ട് കേട്ടോ. കുട തന്നെ രണ്ടാൾക്ക് മേടിച്ചാൽ 1000 രൂപയെ. അതെല്ലാം കൂടെ 10,000-3000 മുകളിൽ പോയിട്ടുണ്ട് കേട്ടോ. പുസ്തകത്തിനാണ് കേട്ടോ അപാര റേറ്റ്. കടയിലൊക്കെ 40 ചില്ലറ രൂപയാണ് കുട്ടി എഴുതുക. കടയിൽ ഭയങ്കര റേറ്റ്. അതുകൊണ്ടാണ് ബഡാ ബസാർ പോയിട്ട് പുസ്തകമൊക്കെ മേടിച്ചത് കേട്ടോ. ബഡാ ബസാറിലെന്ന് പറഞ്ഞാൽ 300 രൂപ, 10 കോളേജ് നോട്ടിന് 300 രൂപ കേട്ടോ. നമ്മൾ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കിൻ്റെ അത്രയും നോക്കൂല, എന്നാലും നമ്മളെ സാധാരണക്കാർക്ക് അതൊക്കെ പറ്റുള്ളൂ കേട്ടോ. അതിൽ കൂടുതൽ പറ്റില്ല. 2-3 കുട്ടികൾ പഠിക്കുന്ന വീട്ടിലൊക്കെ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് നോട്ട് പുസ്തകവും കാര്യങ്ങളും. പൊന്നൂനൊക്കെ ഇപ്രാവശ്യം തൊട്ട് പുസ്തകം ടെസ്റ്റൊന്നും സ്കൂളിൽ ഫ്രീ ഇല്ല കേട്ടോ. ഒക്കെ പൈസ കൊടുത്ത് മേടിക്കണം. എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പോരാത്തന്നെ മഴക്കാലം കൂടിയല്ലേ, പണിയും കാര്യങ്ങളൊക്കെ കുറവായി വരുന്ന സമയമല്ലേ. അന്നേരം നടക്കൂല കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ കഴിഞ്ഞ് വലിഞ്ഞ് അവരെ കാര്യത്തിലൊരു കുറവ് വരുത്തണ്ട വിചാരിച്ച് അങ്ങോട്ട് പോകും കേട്ടോ. ഇത് കുഞ്ഞാപ്പൂന് അംഗൻവാടിയിൽ നിന്ന് കിട്ടിയ ബോക്സാണ് കേട്ടോ. അത് തുറക്കലും അടക്കലും തന്നെ പരിപാടി. അതിനുള്ളിൽ കുറേ ചക്കരേൻ്റെ പഴയ ക്രയോണും പേനയും പെൻസിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് വെച്ച് ഇങ്ങനെ വരയ്ക്കുകയാണ്. പൊന്നൂസ് ഒരു ആനേനെ കുത്തുകൂടെ ഇങ്ങനെ വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കി, എവിടെ നടന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരൊറ്റ തെറ്റിച്ച് വരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വരച്ച്. അതന്നെയാണ് കേട്ടോ കുഞ്ഞാപ്പൂവിൻ്റെ പരിപാടി. ഇവർ സൂപ്പർ ഗ്ലൂ അടിക്കാൻ പോകുന്നുണ്ടെന്ന് ചോദിക്കാൻ ഇവരിവിടെ സൂപ്പർ ഗ്ലൂ അടിക്കാൻ വേണ്ടി ചോദിക്കാൻ വരുന്നുണ്ട്. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യും പട്ടേ. വരുന്നത് വൈകുന്നേരം ആയപ്പോൾ അതിന് പൊന്നൂൻ്റെ ചെരുപ്പം തൊട്ടിക്കാൻ വേണ്ടിയിട്ടാവുന്നു. അന്നേരം അവർ കടയിലേക്ക് പോവുകയാണെന്ന്. അത് ഞാനിവിടെ ചപ്പാത്തി കൊടുന്നതിൻ്റെ ഇടക്കാട്ടോ കുഞ്ഞാച്ചുവിൻ്റെ വീഡിയോ ഒക്കെ ചക്കര പോയിട്ട് എടുത്തത്. നമുക്കിന്ന് ഉച്ചക്ക് ചക്കക്കുരു മാങ്ങ കറിയാണ് കേട്ടോ. ചക്കക്കുരു മാങ്ങ കറീൻ്റെ റെസിപ്പീസൊക്കെ ഇതിൽ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. അന്നേരം കുക്കറിലിട്ട് നമ്മളെ ചക്കക്കുരു മാങ്ങി പച്ചമുളക്, ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ലേശം തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും കൂടിയിട്ട് നന്നായിട്ട് അരച്ചിട്ട് അങ്ങ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പുഴയിൽ കൂടെ പോകണ്ട. അന്നേരം ചട്ടിയിൽ എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ വറവിടുക കേട്ടോ. കുറച്ച് കറി ലൂസാക്കുന്നുണ്ട്, എന്താ വെച്ചാൽ കുറുകി വരും ചക്കക്കുരു അല്ലേ. അത് കുറച്ചൊന്ന് ഇതാകുന്നതുകൊണ്ട് കുറച്ചൊന്ന് വെള്ളം കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടിയിലും കൂടി ആയതുകൊണ്ട് വേഗം കുറുകും നമ്മളെ കറി. പിന്നെ സ്കൂളത്തെ കാര്യമാണ് കേട്ടോ പറഞ്ഞുകൊണ്ട് വന്നത്. ഇപ്പോൾ വണ്ടീൻ്റെ അരിയൊക്കെ ചക്കരയും കൂടെ നമുക്ക് ഇപ്പോൾ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്ന് മാറിയിട്ട് UP സ്കൂളെല്ലാം കൂടെ പൊന്നൂസ് പഠിക്കുന്നതിൻ്റെ അവിടെ തന്നെ പുതിയ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടേക്ക് മാറാണ്. വണ്ടിക്കൊക്കെ വിടൽ ഭയങ്കര റിസ്ക്കാണ് കേട്ടോ. നമുക്ക് നല്ലൊരു പൈസ വരും മാസത്തിൽ. അത് സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വണ്ടീൻ്റെ അരി എന്തെങ്കിലും ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഉപ്പേരിയും കാര്യങ്ങളൊന്നും വെച്ചില്ല. എനിക്ക് രാവിലെ തൊട്ടേ തീരെ വയ്യായിരുന്നു. എന്തൊക്കെയോ ശരീരം ക്ഷീണമോ കാലുവേദനയോ ഊരവേദനയൊക്കെ ആയിട്ട് തീരെ വയ്യ. അതിനൊരു മുട്ട പൊരിച്ചിട്ട് അതിൻ്റെ അകത്ത് അങ്ങോട്ട് ഒപ്പിച്ചു കേട്ടോ. ചോറും മുട്ട പൊരിച്ചതൊക്കെ ആക്കിയിട്ട് അങ്ങ് വെച്ചു. ഇവിടെ വീഡിയോ എന്തോ തിരിഞ്ഞു പോയിട്ടോ, ഞാൻ റെഡിയാക്കാൻ വിട്ടുപോയി. പിന്നെ വൈകുന്നേരത്തെ ചായക്ക് എന്ന് പറയുന്നത് നമ്മൾ ചക്കട കുമ്പളപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയത്. കുമ്പളപ്പം നല്ല അടിപൊളി കട്ടൻ ചായയും കൂടെ വൈകുന്നേരം അങ്ങോട്ട് ചായ കുടിച്ചു. പിന്നെ നമ്മൾ സ്കൂൾ സാധനങ്ങളൊന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അന്ന് മേടിച്ചിട്ട്. പിന്നെ പുസ്തകമൊക്കെ പൊതിയിട്ടിട്ടൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ടോട്ടൽ ബഡാ ബസാറിൽ നിന്ന് 24-25 നോട്ട് അങ്ങോട്ട് മേടിച്ചു കേട്ടോ. 20 കോളേജ് നോട്ടും 4-5 ചെറിയ നോട്ടും മേടിച്ചു കേട്ടോ. ചക്കരക്ക് പിന്നെ എന്ന് പറഞ്ഞാൽ പാടത്തിനേക്കാളും എന്തെങ്കിലുമൊക്കെ സെപ്പറേറ്റ് എഴുതാനൊക്കെ ചെറിയ നോട്ടുകളൊക്കെ വേണ്ടി വരും. ഒരു പ്രാവശ്യം അവൾ മെയിൻ സബ്ജക്റ്റ് മലയാളം ഒന്നേ ഉള്ളൂ, ഒരു വിഷയം സംസ്കൃതം എടുത്തത് കേട്ടോ. അതിപ്പോൾ 5ാം ക്ലാസ് തൊട്ട് കഴിഞ്ഞ പ്രാവശ്യം സംസ്കൃതം ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വിഷയം അങ്ങനെ പഠിച്ചോട്ടെ വിചാരിച്ചു. പിന്നെ ഇത് ബോക്സ് മിക്കി മൗസിൻ്റെ ബോക്സാണ് കേട്ടോ. അത് ഇനിയിപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് വേറെ മേടിക്കണം. ഇതിപ്പോൾ തൽക്കാലം ഒക്കെ മേടിച്ചാൽ കേട്ടോ. 100 രൂപ കേട്ടോ അതിന് വില. കണ്ടപ്പോൾ നല്ലൊരു രസം തോന്നി. പിന്നെ കുഞ്ഞാപ്പൂൻ്റെ പെൻസിലാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നത്. കുടയൊക്കെ നമ്മൾ സെപ്പറേറ്റ് കടയിൽ നിന്നാണ് കേട്ടോ. രണ്ടാൾക്ക് മേടിച്ച് 450 രൂപയെങ്ങാണ്ടായി ഒരു കുടയ്ക്ക്. രണ്ടാൾക്കും കൂടെ ഓരോ കുട മേടിച്ചു. പിന്നെ വാട്ടർ ബോട്ടിൽ നമ്മൾ മീഷോന്നാണ് മേടിച്ചത്. 2 300 ചില്ലറ രൂപയായി കേട്ടോ. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി കഴിവതും ഒഴിവാക്കാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനത്തെ മേടിച്ചത്. നമുക്ക് ചക്കരക്ക് ഒരിക്കലും പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ പറ്റില്ല. പിന്നെ അതിൽ വെള്ളം കൊണ്ടുപോകുന്ന ചൂടുവെള്ളമൊക്കെ ഒഴിക്കുന്നത് നല്ലതല്ലോ, അതുകൊണ്ട് സ്റ്റീലിൻ്റെ മേടിച്ചാണ് കേട്ടോ. പിന്നെ ടിഫിൻ ബോക്സ് പൊന്നൂസിന് ചോറ് കൊണ്ടുപോകണം സ്കൂളിൽ. 9ാം ക്ലാസ് തൊട്ട് ചോറ് കൊണ്ടുപോകണം. അതിനൊരു ടിഫിൻ പാത്രം മേടിച്ചു കേട്ടോ. അതിന് 200 രൂപേൻ്റെ അത്രേ ആയിട്ടുള്ളൂ കേട്ടോ.
പിന്നെ പേന 10 മേടിച്ചിട്ടുണ്ട്. എത്ര കിട്ടിയാലും തികയാത്തൊരു സാധനമാണ് പേന. പൊന്നുനൊക്കെ ഒരുപാട് എഴുതാനുള്ളതുകൊണ്ട് തന്നെ വേഗം തീരും പേന. എപ്പോഴും കടയിലേക്ക് ഓടണ്ടല്ലോ, ചില്ലറ പൈസ അപ്പം ഉണ്ടല്ലോ വിചാരിച്ചിട്ടാണ് 10 പേന മേടിച്ച് വെച്ചത്. പിന്നെ ചക്കരേൻ്റെ കഴിഞ്ഞല്ലോ, സ്കൂളിൽ നിന്ന് കിട്ടിയതൊക്കെ ആയിട്ട് കുറേ പേനകളുണ്ട്. പിന്നെ കുഞ്ഞാപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എന്തൊക്കെയോ തോണ്ടൽ മാന്തലൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ. പുസ്തകവും കാര്യങ്ങളൊക്കെ നമ്മൾ കൈയോടെ തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ മക്കൾ ഫുള്ള് പൊതിയിട്ടു. നെയ്സ്ലിപ്പൊക്കെ ഒട്ടിച്ച് പേരെഴുതി. ചക്കരേൻ്റെ പുസ്തകം ഈ കോലത്തിൽ കുറേ ദിവസം കഴിയുമ്പോൾ കാണിച്ചിട്ടോ. ചക്കരേൻ്റെ പുസ്തകത്തിൻ്റെ കോല ഈ കോലേ ഉണ്ടാവുമല്ലോ, ഫുള്ളോടിച്ച് കുത്തി മടക്കി നശിപ്പിച്ചിട്ടുണ്ടാവും അവൾ. പുസ്തകം മര്യാദക്ക് നോക്കിയേ ഇല്ല അവൾ. അന്നേരം ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാപ്പും ചക്കുമായിട്ട് അടിയായി കുറേ കരച്ചിലും ബീച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ. അന്നേരം ഈ കുഞ്ഞാപ്പൂൻ്റെ കയ്യിലിരിക്കുന്ന സംഭവം നമുക്ക് ഈ പുസ്തകവും കാര്യങ്ങളൊക്കെ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ അവിടെ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഒരു പെൻസില്, റബ്ബർ, പശ അങ്ങനെ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ചെറിയൊരു പാക്കറ്റ് അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാന്ന് തോന്നുന്നുണ്ടോ. എല്ലാം വാങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇത്രയും ഐറ്റംസാണ് നമ്മൾ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് മേടിച്ചത്. ഓൾറെഡി ഒരു 10,000 രൂപേൻ്റെ മുകളിൽ ബഡ്ജറ്റ് ആയിട്ടുണ്ടാവണം കേട്ടോ. നമ്മൾ സെപ്പറേറ്റ് കുറച്ച് മേടിച്ചുകൊണ്ട് മൊത്തത്തിൽ അത്രയും ആയിട്ടുണ്ടാവണം ഏകദേശം. അന്നേരം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.